ഹലോ ഗൈസ്. അപ്പം ഇന്നെൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. ലൈക്ക് ഞാൻ ഇതുവരെ ഫേസ് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ ചെയ്തിട്ടേ ഇല്ല. സോ ഇറ്റ്സ് ഒരു എക്സ്പെരിമെൻറ്റ്. ലൈക്ക് ഐ ഹാവ് ഡൺ സം യൂട്യൂബ് ചാനൽസ്, ബട്ട് അതെല്ലാം ജസ്റ്റ് ആനിമേ കണ്ടൻറ്റോ അല്ലെങ്കിൽ ആനിമേ ബേസ്ഡ് ആയിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് വെച്ചിട്ടൊരു യൂട്യൂബ് ചാനൽ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതും അത്ര വലിയ റീച്ചുള്ളതൊന്നുമല്ല കേട്ടോ. ഞാൻ പിന്നെ ഒരിക്കൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ. സോ ഐ എം ദീപക്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കണ്ടൻറ്റ് ആക്ച്വലി ഞാൻ കുറേ നോക്കി കണ്ടൻറ്റ് ഉണ്ടാക്കണമെന്ന്. എനിക്കങ്ങനെ ലൈക്ക് കണ്ടൻറ്റ് ബേസ്ഡ് അറിയത്തില്ല. എനിക്ക് ഏത് ടോപ്പിക്കിലേക്ക് ഉണ്ട്. ആനിമേ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് ആനിമേ റിവ്യൂസ് ആൻഡ് ഓൾ ആൾക്കാർ സത്യം പറഞ്ഞാൽ ആനിമേ കമ്മ്യൂണിറ്റി ഭയങ്കര വലുതാണ്. ബട്ട് എന്നാ പറയുന്നത്, ആനിമേ കാണാത്തതായിട്ട് ആരുമില്ല. സോ മോസ്റ്റ്ലി റിവ്യൂസ് ആണല്ലോ ആനിമേ എല്ലാവരും കണ്ടത്. പിന്നെ ഞാനൊരു ആനിമേ റിവ്യൂ ചെയ്യാന്ന് വെച്ചാലും എൻ്റെ ഒപ്പീനിയൻ എല്ലാവരും ചിലവരുടെ ഒപ്പീനിയൻ. ആക്ച്വലി ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. എനിക്ക് ബൊറൂട്ടോ ഇഷ്ടമില്ല. ബട്ട് നറൂട്ടോ ഷിപ്പുഡനൊക്കെ ഞാൻ ബിഞ്ച് വാച്ച് ചെയ്ത് തീർത്താണ്. ബട്ട് സം പീപ്പിൾ സേ ബൊറൂട്ടോ ലൈക്ക് യു ഷുഡ് വാച്ച് ഇറ്റ്. ലൈക്ക് സാറഡയുടെ മങ്കിക്കൊക്കെ വീക്കെൻഡ് ചെയ്തെന്ന് പറയാൻ എനിക്കറിയത്തില്ല. സോ അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഐ ഡിഡ്ന്റ് വാച്ച് ഇറ്റ്. സോ ആനിമേ ബേസ്ഡ് പറയാൻ ഞാൻ ആരുമില്ല. പിന്നെ ഉള്ളത് നമ്മൾ ഗെയിം ഇച്ചിരി ഗെയിമൊക്കെ കളിക്കും കേട്ടോ. ലൈക്ക് ഈ പറഞ്ഞ ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. സോളോ ലെവലിംഗ് ആനിമേ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സോളോ ലെവലിംഗ് എന്നാന്നൊക്കെ. ഞാൻ ആക്ച്വലി സോളോ ലെവലിംഗ് കളിച്ചൊരു ലെവലെത്തി. ഞാൻ 50 കഴിഞ്ഞു. ഭയങ്കര പ്രോ ഗെയിമറാണ്. ആക്ച്വലി ഞാനത് കളിക്കാൻ തുടങ്ങിയത് ഫ്രണ്ട്സ് ഇങ്ങനെ എനിക്കിപ്പം ഇയർ ബ്രേക്ക് നടക്കുക. സോ എനിക്കിപ്പോൾ സമയം കുറേ കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ഇംഗ്ലീഷ് സമയം കളയാന്ന് വെച്ചു. ഇപ്പം രാവിലെ തൊട്ട് 8:30 ഗെയിമിംഗ് ആയിരുന്നു. ഇപ്പം ഞാനൊരു ഇൻറ്റേൺഷിപ്പിന് കയറി. സോ ടൈം അത്രയും കിട്ടാറില്ല. ബട്ട് നമ്മൾ ടൈം കണ്ടുപിടിക്കും. നമുക്ക് തൽക്കാലം ആനിമേ നോക്കാം. എനിക്ക് ഈ സീസണിൽ കുറേ ആനിമേ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ആനിമേ. സോ പുതിയ എപ്പിസോഡൊക്കെ ഉള്ള ലൈക്ക് ഈ ഒരു സെറ്റിനകത്ത് ഞാൻ ഈ ഒരെണ്ണം ഒഴിച്ച് ഈ 3 കാണും. ഓക്കെ, ഡീമൺ സ്ലെയറിൻ്റെ കാര്യം പറയണ്ടല്ലോ ആരും. ഡീമൺ സ്ലെയർ ടോപ്പ് ടിയർ. അത് കഴിഞ്ഞ് മിസ്കുട്ടൻസ് ഓക്കെ. ലൈക്ക് ആ ഫസ്റ്റ് സീസണിൽ കണ്ടിന്യൂസ്ലി കണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി ഓസം. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ. ലൈക്ക് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആനിമേ ജോൺ എന്ന് പറയുന്നത് ഒന്ന് ഇസക്കായി ആയിരിക്കും, ഫാൻറ്റസി ആയിരിക്കും. അപ്പം സെക്കൻഡ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ റീഇൻകാർണേറ്റഡ് ആണ്. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും റീഇൻകാർണേറ്റഡ് ആണ്. ഡീമൺ സ്ലെയർ പിന്നെ ഫാൻറ്റസി, പീക്ക് ഫാൻറ്റസി. അത് കഴിഞ്ഞ് വൺ പീസ് വന്നായിരുന്നല്ലേ. വൺ പീസ് ഞാൻ കണ്ടില്ല. ഒരു സൺഡേ ആണെന്നുള്ള കാര്യം വിട്ടു ഞാൻ. വൺ പീസ് കണ്ടില്ല. പിന്നെ കൈജു നമ്പർ 8 OP. ലൈക്ക് എടാ ലാസ്റ്റ് എപ്പിസോഡ് എന്തായിരുന്നത്. എനിക്ക് ആ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ പേര് കേട്ടപ്പോഴേക്കും റിവീലിംഗ് ദ സീക്രട്ടോ ട്രൂത്തോ അങ്ങനെ കൊണ്ടായിരുന്നു. സോ ഞാനത് കണ്ടപ്പോൾ തൊട്ടിലേക്ക് ഞാൻ നോക്കുക എപ്പോഴാണ് അവൻ ആരെ സേവ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷേ ആരെ സേവ് ചെയ്യാനാണ് പോകുന്നത്. ലൈക്ക് എൻഡിൽ അവൻ എൻ്റെ ദൈവമീ ആ ഒരു സ്റ്റണ്ട് പുള്ളി ചെയ്ത് ഷുവർ ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് സം വേർഡ്സ്. എന്താ പറയുക, ലൈക്ക് അതും അടിപൊളിയായിരുന്നു. അവനാ ജമ്പ് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർത്ത് മറ്റേ ഡെക്കു ഫസ്റ്റ് എപ്പിസോഡിൽ ബാക്കുഗോനെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് സാക്രിഫൈസ്. ലൈക്ക് അവൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി പോയാലും കുഴപ്പമില്ല, അവൻ്റെ ആ ഒരു സീക്രട്ട് എക്സ്പോസ് ആയാലും കുഴപ്പമില്ല, ബട്ട് അവൻ എല്ലാവരും രക്ഷിക്കണം. പക്ഷേ ആ സമയത്ത് എല്ലാവരുടെയും ആ ഒരു ലുക്കുണ്ട്. അതൊക്കെയാണ് ആനിമേ. പിന്നെ ഞാൻ കാണുന്നത് ന്യൂ ഗേറ്റ് കാണുന്നുണ്ട്. ന്യൂ ഗേറ്റ് ഇസക്കായി ആണ്, ബട്ട് ഫാൻറ്റസി ബേസ്ഡ് ആണ്. ഇസക്കായി നമ്മൾ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ വന്ന് കുറേ വർഷം കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റോറി ബേസിലാണ് പോകുന്നത്. ലൈക്ക് ഞാൻ ഇച്ചിരി ടിൽറ്റഡ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സെറ്റപ്പിലാണ് ലൈക്ക് എൻ്റെ ക്യാമറയും ബാക്കി ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഇരിക്കുന്നത്. ബട്ട് എൻ്റെ മെയിൻ സ്ക്രീൻ ഇവിടെയാണ്. വാൾ മൗണ്ട് ചെയ്തുകൊണ്ട് ഇച്ചിരി എനിക്ക് വെള്ളം നോക്കേണ്ട കാര്യമുണ്ട്. മൈ ഹീറോ അക്കാഡമിയ. മൈ ഹീറോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനത് ഓൾറെഡി വായിച്ചതാണ് കുറേ. സോ ഞാൻ ആക്ച്വലി MHAയും വായിച്ചതാണ്, പിന്നെ ഡീമൺ സ്ലെയറും വായിച്ചത്. പിന്നെ ഞാൻ മറ്റേന്ന് വായിച്ചതായിരുന്നു നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഞാൻ നേരത്തെ ഐ തിങ്ക് 2019-20 അങ്ങോട്ട് തീർന്നതല്ലേ. എനിക്കതപ്പം ആ ഒരു അവിടെ നിന്ന് അവരിടയ്ക്ക് വെച്ച് സീസൺ ബ്രേക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ പോയി മാങ്ക വായിച്ചു. ആ മാങ്ക ഞാൻ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയി ഫുൾ തീർത്ത്. എനിക്ക് മാങ്ക വായിക്കാൻ തുടങ്ങിയാൽ എനിക്ക് തീർക്കണം. ഞാൻ ഈ
കൈജു എങ്ങനെയോ പിടിച്ചു വെച്ചിരിക്കും കേട്ടോ. കൈജു ഞാനിപ്പം എനിക്ക് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കൈജു ഞാൻ ചിലപ്പോൾ എടുത്ത് വായിക്കും കൈജു. പക്ഷെ എനിക്ക് കൈജു വായിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ തോന്നത്തില്ല. എനിക്ക് സ്റ്റോറി അറിയാം. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല. ഞാൻ വൺ പീസ് ഞാൻ വായിച്ചിട്ടില്ല. വൺ പീസ് ഞാൻ വായിക്കാൻ നോക്കി, ബട്ട് വൺ പീസിൻ്റെ ഡ്രോയിങ്സ് അത്ര എനിക്ക് പറ്റിയ സാധനമല്ല. എനിക്ക് ഇച്ചിരിയും കൂടെ ഒരു ആ മോഡേൺ ആർട്ടാണ് എനിക്കിഷ്ടം. ലൈക്ക് വൺ പീസിൻ്റെ ആർട്ട് കൊള്ളത്തില്ല, നല്ല സൂപ്പർ. ബട്ട് യുനോ എല്ലാവർക്കും അവനവൻ്റേതായ ഒരു ഇതുണ്ടല്ലോ, പ്രിഫറൻസ് ഉണ്ടല്ലോ. അയ്യോ ആരെങ്കിലും വിട്ടോ. ഈ സെറ്റിൽ ഞാൻ ഒന്നും കാണുന്നില്ല. ഹീറോ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. മിസ്ഫിറ്റ് ഞാൻ ഫസ്റ്റ് സീസൺ കണ്ട, സെക്കൻഡ് സീസൺ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇറഗുലർ ഞാൻ ഫസ്റ്റ് സീസൺ കണ്ട, സെക്കൻഡ് സീസൺ കണ്ടില്ല. സ്ലൈം റീഇൻകാർണേറ്റ് ആസ് സ്ലൈം ഞാൻ എന്തായാലും കാണുന്നുണ്ട്. ഫേവറേറ്റ് ആനിമയാണ്. പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഈ ആനിമയ്ക്ക് മാത്രം മാങ്ക റിലീസ് ഉണ്ടെന്ന് പറഞ്ഞാലും മാങ്ക ഇത് ലൈറ്റ് നോവലാണ്. അപ്പം മാങ്ക റിലീസ് അത്രയും ഒരുമിച്ചല്ല പോകുന്നത്. ഇപ്പം ഞാനിപ്പം വായിക്കാൻ നോക്കിയപ്പോഴേക്കും 1 or 2 ചാപ്റ്റേഴ്സ് മുന്നിൽ മാങ്ക അത്രേ ഉള്ളൂ. വിൻഡ് ബ്രേക്കർ സൂപ്പർ ആനിമ കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ വിൻഡ് ബ്രേക്കർ കുറേ കണ്ടു. ഐ തിങ്ക് 1 or 2 എപ്പിസോഡിൽ ഞാൻ ലാഗ് ചെയ്യുക. ആർക്ക് ഡേമൺ ഞാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നും കണ്ടിട്ടില്ല. ഡേറ്റ് ലൈഫ് കൊനോസുബ. ഈ കൊനോസുബ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചുമ്മാ രസത്തിനെ കണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അതിനെക്കുറിച്ച് എനിക്ക് വലിയതായിട്ടൊന്നും അറിയത്തില്ല. ഡേറ്റ് ലൈഫ് ആ സൈഡിലൊരു 18+ ഉണ്ടല്ലോ, ഫുൾ അതാണ്. ലൈക്ക് ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്, ബട്ട് ഞാൻ അത്രയും കണ്ടിട്ടുള്ളത്. സോ ഞാനൊന്നും പറയുന്നില്ല. ബാനിഷ്ഡ് ഫോം ഹീറോ നല്ലതാണ്, ബട്ട് എന്നാ നമുക്ക് ആ വേണ്ടിയ ഒരു എപ്പിക്ക് ഒരു കീ മൊമെൻറ്റ്സ് അല്ലേ. ഇപ്പോൾ കൈജുനത്ത് പറഞ്ഞ പോലെ എല്ലാവരും ഞെട്ടിച്ച് അവൻ ഓവർ പവർ ചെയ്യുന്ന സീൻ, അതുപോലത്തെ സീൻസ് കുറവാണ്. അവൻ ചെയ്യും, പക്ഷേ ഒരു 4-5 എപ്പിസോഡ് അത്ര ലാഗ് ചെയ്തിട്ട് അവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കര മടുപ്പ് തോന്നും നമുക്ക്. ചില്ലിങ്ങിൻ്റെ അനദർ വേൾഡ് ഞാൻ കണ്ടതാണ്. ഇറ്റ്സ് ഗുഡ്, കണ്ടുകൊണ്ടിരിക്കാം നമുക്ക്. റീമോൺസ്റ്റർ ഗുഡ്, ബട്ട് 18+ ആണ്. അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. മൂൺലൈറ്റ് ഫാൻറ്റസി പീക്ക്, ലൈക്ക് അതും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കൈജുനകത്ത് പോലെ തന്നെ ചില കീ മൊമെൻറ്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ വിചാരിക്കാത്തപ്പോൾ അവർ ഫുൾ പവർ എടുത്ത് ഫൈറ്റ്, അല്ലെങ്കിൽ അവന് പോലും അറിയത്തില്ല അവനത്ര OP ആണെന്ന്. അപ്പോൾ അവനൊരു OP സ്കില്ലുണ്ടാക്കുക, അവൻ തന്നെ ഒരു സ്കില്ലൊക്കെ ഉണ്ടാക്കി അവൻ എല്ലാവരും കാണിക്കുമ്പോൾ അവൻ വിചാരിക്കുന്ന ഓക്കെ ബാക്കിയുള്ളവരുടെ ലെവൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കാണിക്കുമല്ലോ, അതുകൊണ്ട് ഞാനിവിടെ കാണിച്ചേക്കാം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ഇവൻ്റെ മാനം ആദ്യം കൂടിയപ്പോൾ വിചാരിച്ചു ഇവൻ്റെ ഡീമൺ ലോഡ് ലെവലൊക്കെ എത്തത്തുള്ളൂ. ബട്ട് അതൊക്കെ കഴിഞ്ഞങ്ങ് പോവുക. ലൈക്ക് അവൻ തന്നെ അറിയുന്നില്ല അവനത്ര OP ആവുകയാണ്. സോ അവൻ്റെ ഓരോ ചെറിയ സ്കില്ലും ആൾക്കാരെ മൊത്തം ഞെട്ടിക്കും. സോ നമുക്കത്രയും നമ്മളെ പിടിച്ചിരുത്തും അവൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. സെവൻത്ത് പ്രിൻസ് ഇറങ്ങുന്നതിന് 5-6 മാസങ്ങൾക്ക് മുമ്പ് ആ ഫസ്റ്റ് എപ്പിസോഡിൽ സീനുണ്ട്. ലൈക്ക് ഇവൻ റീഇൻകാർണേഷൻ അല്ലത്, ഇവൻ ബോൺ ആയ ആ ദിവസം തന്നെ ഇവൻ മാജിക് യൂസ് ചെയ്യാൻ ശ്രമിക്കും. ലൈക്ക് ഇവന് പ്രീവിയസ് ലൈഫിലെ ഓർമ്മയുണ്ട്. അത് വെച്ചിട്ട് അവൻ മാജിക് യൂസ് ചെയ്യും. അവനൊരു 7th പ്രിൻസ് ആയിട്ടാണ് ജനിക്കുന്നത്. അവനവിടെ മാജിക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ സീലിംഗ് കൊടുത്തുള്ളയിട്ടങ്ങ് കിടും. അത്രയ്ക്ക് മാജിക് ഫോഴ്സ് ആയിരുന്നു അവന്. സോ അങ്ങനെ ഓവർ പവർഡ് ആനിമേ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കൈ നോക്കാം അവിടെ. ലൈക്ക് ഞാനിപ്പം ഓൺഗോയിങ് ആനിമീസ് മാത്രമേ പറയുന്നുള്ളൂ. എന്നുവെച്ചാൽ പണ്ടത്തെ ആനിമീസൊക്കെ എടുത്ത് നോക്കുമ്പോഴേ എൻ്റെ വൺ പീസ് സൂപ്പർ, കൈജു സൂപ്പർ നമ്പർ 2 ട്രെയിനിങ് ആയല്ലേ, ഗുഡ്. ബട്ട് എനിക്ക് തോന്നുന്നു വൺ പീസ് ശരിക്കും പറഞ്ഞാൽ വൺ പീസിൻ്റെ Gear 5 റിലീസിനേക്കാളും ഹിറ്റായിരുന്നു മറ്റേ സോളോ ലെവലിങ്ങിനകത്ത് ഏതൊരു എപ്പിസോഡെന്ന് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കേട്ടതേ ഉള്ളൂ, എനിക്കതിൻ്റെ കൺഫേംഡ് ന്യൂസ് അല്ല. ബട്ട് ക്രഞ്ചിലോട് ക്രാഷ് ആയെന്നൊക്കെയാണ് പറയുന്നത്. ഡീമൺ സ്ലെയർ, മൈ ഹീറോ, വിൻഡ് ബ്രേക്കർ, ന്യൂ ഗേറ്റ്, നരുട്ടോ ഷിപ്പുഡൻ, ബ്ലീച്ച് കണ്ടെടുത്തൊരു കഷ്ടപ്പാടായിരുന്നു. നെസുക്കു ടെൻസൈ, സ്ലൈം, ടോപ്പ് 10 ഞാൻ എന്തായാലും കണ്ടിട്ടുണ്ട്. ഇവിടെ ഏതാ വിട്ടുപോയി നമ്മൾ. ഞാൻ ഈ ചൈനീസ് അല്ലേ, കൊറിയൻ, ലൈക്ക് ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ട്രൈ ചെയ്തിട്ടാണ് ഇത് ജാപ്പനീസ് ആണോ? ഈ ഒരു ആർട്ട് ഫോം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ 3 ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു ആർട്ട് ഫോമേ നോക്കിയിട്ടില്ല, ഇത് കണ്ടിട്ടില്ല. ആർട്ട് ഫോം നല്ലതെന്ന് പറഞ്ഞു. ലൈക്ക് ഇത് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ആക്ഷൻ മാർഷൽ ആർട്സ് മേ ബി നല്ലതായിരിക്കാം, നമുക്കൊന്ന് നോക്കിയേക്കാം. The Lone Wolf. എക്സ്ക്യൂസ് മീ, കമൻ്റ് ഇല്ല.
സോ കമൻറ്റില്ല ഗൈസ്, നമുക്ക് കമൻറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞു തരുന്നതാണ്. ടെയിൽസ് ഓഫ് ഡീമൺ, ആക്ഷൻ, അഡ്വഞ്ചർ, കോമഡി, ഫാൻറ്റസി, മാർഷൽ ആർട്സ്, റൊമാൻസ്. എനിക്ക് ഈ സംഭവത്തിൻ്റെ പേര് കേട്ടിട്ടും 7 സീസൺ ആ ഒരു ഹൈപ്പ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് 52 എന്ന് എഴുതിയെങ്കിൽ 52 എപ്പിസോഡാണോ? 52 എപ്പിസോഡാണെങ്കിൽ പാടായിരിക്കും കേട്ടോ. ഞാൻ ചിലപ്പോൾ തുടങ്ങത്തില്ല. ആർട്ട് ഫോം എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നില്ല. സോ ചാൻസ് കുറവാണ്. നിഞ്ചക്കാമൂയി ഫസ്റ്റ് ഞാൻ 1 to 3 എപ്പിസോഡ് കണ്ടു. ലൈക്ക് ഭയങ്കര ഡിസ്റ്റർബിങ്. ഡിസ്റ്റർബിങ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ബ്ലഡ് ആ ഒരു വൈബാണ്, റിവെഞ്ച് വൈബായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ അത്രയ്ക്ക് റിവെഞ്ച് വൈബിൻ്റെ ആളല്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ അതിൽ നിന്ന് വെച്ച് മാറി നിന്നാണ്. ഇതേതാ മെമ്മറീസ്. എനിക്ക് തോന്നുന്നു ഇറങ്ങുന്നതിന് തുടക്കം മുമ്പിലത്തെ ഇച്ചിരിയായിരുന്നു തോന്നുന്നു. റീക്യാപ്പ് ഓഫ് ദ ലീഡിങ് ടു 7. ഓക്കെ, അപ്പം നേരത്തെ ഉള്ള 6 സീസണിൻ്റെ അത് അടിപൊളിയാട്ടോ. ലൈക്ക് MHA കാണുന്നവർക്ക് മനസ്സിലാവും അവൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ഇത്രയും ക്ലീൻ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഫസ്റ്റ് എപ്പിസോഡിൽ അവൻ മറ്റേ ഫിംഗർ ബ്രേക്ക് ചെയ്യുന്നൊരു സീനുണ്ട്. ഫസ്റ്റ് ട്രെയിനിങ് ആർക്കില്ല. ഓക്കെ, ഫസ്റ്റ് സെലക്ഷൻ അടിപൊളിയായിരുന്നു. പക്ഷേ ട്രെയിനിങ് ആർക്കില്ല. ട്രെയിനിങ് ആർക്കെന്ന് പറയാൻ പറ്റില്ല. ട്രെയിനിങ് എപ്പിസോഡിൽ അവനോട് ഐസാവ ബോൾ ത്രോ ചെയ്യാൻ പറയുമ്പോൾ അവൻ ജസ്റ്റ് ഫിംഗർ ടിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പുഷ് ഔട്ടിങ്. അത് പീക്ക്. അപ്പം നമുക്ക് മനസ്സിലാവും അവൻ്റെ ഒരു പൊട്ടൻഷ്യൽ. അവൻ ബാക്കി ആൾക്കാർ വല്ല മണ്ടന്മാരില്ല. ഇപ്പോൾ ചില OP ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർക്ക് അറിയാം, പക്ഷെ അവർ ഉപയോഗിക്കത്തില്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കും. ഇപ്പം അവന് വേണമെങ്കിൽ ചെയ്യായിരുന്നു 1/4 പവർ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ നോർമലായിട്ടാണ് ആക്ട് ചെയ്തു എനിക്ക് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. ബട്ട് അവൻ പുഷ് ചെയ്തു, സ്ട്രഗിൾ ചെയ്തു. ഞാൻ ഇപ്പോഴും ഒന്ന് കാച്ചാനെ തോപ്പിക്കാൻ വേണ്ടി അവൻ ഒരു ബ്ലാസ്റ്റ് എടുത്ത് ഈ കൈ മൊത്തം കളഞ്ഞു. എന്നിട്ട് അവൻ ഷൂട്ട് ചെയ്തിട്ട് മേലിൽ ഒരാറൊക്കെ ചാൻസ് ഒപ്പിച്ചു കൊടുത്തു അവൾക്ക് ജയിക്കാൻ വേണ്ടി. അതൊക്കെ വെച്ചാൽ അത്രയും ഡീപ്പ് തിങ്കിങ്, അത് സീനായിരുന്നു, പുള്ളിയായിരുന്നു അവിടെ. എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് വൺ പീസിനകത്ത് ആദ്യം അവൻ 5th ഗിയറിലേക്ക് കയറി കഴിയുമ്പോൾ ഞാൻ ഓർത്തു 5th ഗിയറിലേക്ക് ഫ്ലൂക്കിൽ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിലും കയറിപ്പോയി. അതുകൊണ്ട് ആർക്കും അറിയാം. വെച്ചാൽ ചില ആനിമേസ് ഉണ്ട് അങ്ങനെ, അവർ ഓവർ പവർ ചെയ്തിട്ട് അവരോട് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ഓവർ പവർ ആയെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റ് പറ്റിപ്പോയി. ലൈക്ക് ഇപ്പം നമ്മുടെ ഇതിൽ നടക്കുന്നത് അങ്ങനെയല്ലേ, ഏതാ നമ്മുടെ ഡീമൺ സ്ലെയറിൽ ഇതിനകത്ത് അവർക്കറിയാം അങ്ങനെ ഒരു സിമ്പിൾ അവരുടെ ആണെങ്കിൽ ഒരു ഡിസൈൻ വരുമെന്ന്. പക്ഷെ ആ ഡിസൈൻ എങ്ങനെ വരുത്തുന്നത് അവർക്ക് ആർക്കും അറിയത്തില്ല. അതാണ് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെടാത്തൊരു സാധനം. അവിടെ ഓവർ പവർ ചെയ്യുവാണെങ്കിൽ ഓവർ പവർ കണ്ടിന്യൂസ് പവർ കൊടുക്കണം. അയ്യോ, ഇത് ഞാൻ എവിടെ പോയി വരാമേ. സോ ഞാൻ ആനിമെ ഫുള്ള് ഇതിലാണ് കാണുന്നത്. എനിക്ക് ആദ്യത്തെ സോറോ വാച്ച് തന്നെയായിരുന്നു ഭയങ്കര ഇഷ്ടം. ലൈക്ക് ഞാൻ സോറോയുടെ വലിയ ഫാനാണ്. ആനിമെ ഈ വൺ പീസിനകത്ത് ആനിമെ ആ സോറോയ്ക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഭയങ്കര സോറോയുടെ ഫൈറ്റിംഗ് സീൻസ് കണ്ടാൽ നമുക്കറിയാം ഒരു സോറോയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ്, ഈ സോറോ എത്ര OP ആണ്. ലൈക്ക് ആ ഒരു റൈറ്റ് ഹാൻഡ് മാൻ പവർ അവന് കാണിക്കുന്നുണ്ട്. ലൈക്ക് സോറോ ഈസ് OP. അവനെ ഡയറക്ഷൻ കൂടെ ആവുകയാണെങ്കിൽ അവൻ പിന്നെ സീനാണ്. എവിടെയും പോയി ലൈക്ക് ലൂഫിനെ ആരിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യൂസോപ്പിനെ പറഞ്ഞു വിടും. അവൻ പറയും ലൂഫി നീ പുറകെ പോകലെന്ന് പറയും. അതപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് അപ്പോൾ അവൻ പോവുകയാണെങ്കിൽ ആ ഒരു ക്യാപ്റ്റനോടൊരു റെസ്പെക്റ്റ് പോകും. ബാക്കി എല്ലാവരും അതുപോലെ ലൈക്ക് ഓക്കെ യൂസോപ്പ് അവന് വേണം എന്നുള്ളതിലാണ്. പക്ഷെ സോറോയ്ക്ക് വേണം, പക്ഷേ ഈ ലൂഫിയുടെ വാല്യൂ പോയിട്ടായിരിക്കരുത്. അതാണ് ക്യാപ്റ്റൻ്റെ പവർ. അതുപോലെ തന്നെ കാണിക്കുന്ന ഒരാളാണ് സോറോ. സോറോ OP. ട്രെൻഡിങ്ങിൽ ഡീമൺ സ്ലെയർ വരില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഫൈനൽ ആർക്ക് എടുക്കുന്നതിൻ്റെ ഒരു ഫൈനൽ ആർക്ക് എടുക്കാറായി ഞാൻ കണ്ട് തീർന്നോണ്ടേ. ക്ലാസ് റൂം ദി ലൈറ്റ് ആ ഒരു അതായത് ഡെത്ത് നോട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര കാൽക്കുലേറ്റഡ് മൂവാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നു. ഞാൻ സെക്കൻഡ് സീസൺ കണ്ടില്ല, തേർഡ് സീസൺ കണ്ടില്ല. ലേറ്റസ്റ്റ് കാണാത്തതെന്ന് എനിക്കറിയാം. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ബേസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ അടിപൊളി സ്ഥലമായി വെബ്സൈറ്റ്. എന്നുവെച്ചാൽ ഇതിനകത്ത് നമുക്ക് വാച്ച് ടുഗെദർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് വേറെ ആൾക്കാരുടെ കൂടെ ഒക്കെ ഇരുന്ന് ആനിമെ വാച്ച്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ടൈപ്പ് ചെയ്ത് അവർ ഇൻറ്ററാക്റ്റ് ഒക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ടോപ്പിക്കാണ്. ലൈക്ക് ചില സമയങ്ങളിൽ എനിക്ക് ആനിമെ കാണണമെന്നില്ല, പക്ഷേ ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷനും കൂടെ കണ്ട് അടിപൊളിയാണ്. ടോപ്പ് പെയറിങ് അല്ല ഞാൻ പറഞ്ഞ ആനിമേസ് തന്നെ.
ബ്ലാക്ക് ക്ലോവർ വൺ ഓഫ് ദ ഫേവറേറ്റ്. ബ്ലീച്ച്, ബ്ലീച്ച് വൺ ഓഫ് എ ഫേവറേറ്റ് എന്ന് ഞാൻ പറയും. എന്നാലും ഫില്ലർ ഒരു രക്ഷയില്ല. നിങ്ങൾ കാണുവാണെങ്കിൽ ഫില്ലർ സ്കിപ്പ് ചെയ്തോന്ന് ഞാൻ പറയത്തുള്ളൂ. ചിലർ പറയും ഫില്ലറിനകത്ത് അവൻ ചില പവേഴ്സ് ഫില്ലറിനകത്ത് എടുക്കുന്നുണ്ട്, ഫില്ലർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ 10-40 എപ്പിസോഡ് ഫില്ലർ തന്നെ ഉണ്ട്, മടുത്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫെയറി ടെയിൽ തുടങ്ങിയിട്ട് ഫെയറി ടെയിൽ എനിക്ക് തോന്നുന്നൊരു 100 അല്ലെങ്കിൽ ഒരു 150 ഒക്കെ അടുത്തായപ്പോൾ നിർത്തി. ഇടയ്ക്കത്ത് ഇച്ചിരി ഫില്ലർ കാരണം എന്നുവെച്ചാൽ ഫില്ലർ എനിക്ക് പറ്റും, പക്ഷേ ഫില്ലർ ഓവറായി കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അതാണ് എനിക്ക് ഫില്ലറിനോട് വലിയ താല്പര്യമില്ല. അത് ഞാൻ കണ്ടു തീർത്തോട്ടെ ബ്ലീച്ച്, ലൈക്ക് കംപ്ലീറ്റഡ് ബ്ലീച്ച് ഇനിയുണ്ടല്ലോ. ജെജെക്ക് ഫുൾ അപ് ടു ഡേറ്റ്. നാരുട്ടോ, വൺ പീസ്, ചെയിൻസോ മാൻ. ചെയിൻസോ മാനൊക്കെ എൻ്റെ സീനായിരുന്നു, ഹൈപ്പായിരുന്നു, ആ മൊമെൻറ്റ് ഹൈപ്പായിരുന്നു. എന്നാലും ഇറ്റ്സ് ഫൺ വാച്ചിങ്. ലേറ്റസ്റ്റ് കംപ്ലീറ്റഡ്, ഒന്നും കണ്ടിട്ടില്ല. അറ്റാക്ക് ഓൺ ടൈറ്റൻ, എന്താ അനിമേ ഇത്, സീൻസാണ്. ഇത് ഞാനിടയ്ക്ക് കുറേ പേര് പറയുന്നുണ്ട് നല്ല അനിമയാണ്. റൊമാൻസ് ആണ്, ഫാൻറ്റസി ഉണ്ട്, എന്തോ ആപ്പിൾ കഴിക്കുമ്പം ടൈം റിവൈൻഡ് അങ്ങനെ അങ്ങോട്ട്. ഗോൾഡൻ ആപ്പിളാണെന്ന് തോന്നുന്നു. ഗോൾഡൻ ആപ്പിൾ അല്ലേ മറ്റേ ബുക്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സീക്രട്ട് ഫോർബിഡൻ ഫ്രൂട്ട്? എനിക്കറിയത്തില്ല കേട്ടോ. നോൺ ഹയറിങ്. ഇന്നേതാ റിലീസുള്ള? മൂൺലൈറ്റ് ഫാൻറ്റസി. മൺഡേ ആയല്ലോ അല്ലേ, ഞാൻ അറിഞ്ഞില്ല. 20-30 എന്ന് പറയുമ്പം 8:30 പ്ലേ. അത് മാത്രമേ ഉള്ളൂ. റീമോസ്റ്ററും ഉണ്ട്. ഇപ്പം എനിക്ക് 2 ആനിമ ഉണ്ട് നാളെ. എനിക്ക് സത്യം പറഞ്ഞാൽ ആനിമെ കാണാത്ത സമയത്ത് ഫുൾ ഞാൻ ഗെയിമിങ്ങിലായിരിക്കും. ലൈക്ക് ഞാൻ ഇന്ന് ഫുൾ ആനിമെ സംസാരിച്ച് വെച്ചാൽ ഇത് ആനിമെ ബേസ്ഡ് അല്ല, ഇത് ഗെയിമുണ്ട്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ട്രാവൽ ബ്ലോഗ്സ് വരും. പിന്നെ പ്രോഗ്രാമറാണ്, ലൈക്ക് ഉണ്ടോ കണ്ണാടി വെച്ച് ഞാൻ പ്രോഗ്രാമറാവും. സോ പ്രോഗ്രാമിങ് ഞാൻ ചെയ്യും, അപ്പോൾ മാത്രമേ ഞാൻ കണ്ണാടി വെക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് പ്രോഗ്രാമിങ് ചെയ്യാൻ നേരത്ത് കണ്ണാടി വേണം. ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യാത്ത തരത്തില്ല, ബട്ട് ഐ ട്രൈ ടു ഷെയർ മാക്സിമം. ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നോക്കാം നമുക്കിപ്പോൾ. ഇത് നമ്മളൊരു ടോപ്പിക്കിൽ തന്നെ ഇപ്പോൾ ആനിമേ തന്നെ നിൽക്കുന്നില്ല. ഞാനൊരു ദിവസം ഇങ്ങോട്ട് വരും, സോളോ ലെവലിങ്ങിലേക്ക് കയറി വരും. ഈ ഗെയിം എനിക്ക് ആ ആനിമേ ഞാൻ കണ്ട് വായിച്ച് തീർത്തതാണ്. അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ പറയുന്നത് ആനിമേ കണ്ട് തീർത്തവർ മാത്രം ഗെയിം കളിച്ചാൽ മതി ഞാൻ പറയത്തുള്ളൂ. വെച്ചാൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്, ആനിമയ്ക്കകത്ത് പറയത്ത. ഞാൻ അവിടെ വരെ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ ആനിമയുടെ ആ ഒരു ഫ്ലോയിൽ തന്നെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആനിമേ കഴിഞ്ഞിട്ടും കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന്. ബട്ട് ആനിമയേക്കാളും മുന്നിലാണ് ഗെയിം. സോ നിങ്ങൾ ആനിമേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പതുക്കെ വെയിറ്റ് ചെയ്യുക. ഒരു സീസണോട് ഇറങ്ങി കഴിഞ്ഞിട്ട് ആനിമേ കണ്ടിട്ട് ഇത് കളിക്കുക. എന്നുവെച്ചാൽ നമുക്ക് സ്റ്റോറി മോഡുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോറീസ് ആ മാങ്കയുടെ കളേർഡ് വേർഷൻസിൽ നമ്മളെ കാണിക്കാൻ വൃത്തിക്ക് ആ വോയിസോട് വെച്ചിട്ട്. സോ ഇച്ചിരി പാടായിരിക്കും നിങ്ങൾക്ക് പിന്നെ ഇരുന്ന് ആനിമേ കാണാൻ തുടങ്ങുന്നത്. സോളോ ലെവലിങ്ങിൻ്റെ ആണെങ്കിൽ ഓക്കെ, ഞാൻ ഇടുന്ന വീഡിയോസിനകത്ത് ഒരു റെഡീം കൂപ്പണെങ്കിലും ഞാൻ ഒപ്പിച്ചു തരാം. ലൈക്ക് നമുക്ക് ഓൺലൈൻ റെഡീം കൂപ്പൺസ് കൊടുക്കുന്ന വെബ്സൈറ്റിൽ കുറേയൊക്കെ ഹിഡൻ ആയിരിക്കും. പിന്നെ വേറെ ഈ ഗെയിമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കൊക്കെ ഓരോ റെഡീം കൂപ്പൺ കിട്ടും. ഈ കൂപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു സെറ്റ് പീരീഡിൽ എത്ര പേർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ വെച്ചാൽ ഇവർ കൊടുക്കുന്നത്. അപ്പം കിട്ടുവാണെങ്കിൽ അതുകൂടെ സെറ്റാക്കി തരുന്നതാണ്. മാക്സിമം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ കളിക്കാം. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ജസ്റ്റ് പോയി കളിക്കുക. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും വലിയ ഗെയിമറൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ ഗെയിമിംഗ് ഗീക്കൊന്നും വെച്ചിട്ട് വലിയ ആളൊന്നുമല്ല. ബട്ട് കളിച്ച ഗെയിംസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗെയിമിംഗ് ഗീക്ക് വെച്ച് കളിക്കുന്നില്ല, ഞാൻ ഗെയിം കുറേ കളിക്കും കേട്ടോ. ഞാൻ മൾട്ടി സ്ക്രീൻ സെറ്റപ്പ് ചെയ്തത് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയാണ്, ഗെയിമിങ്ങിന് വേണ്ടിയല്ല. അറിയാമല്ലോ, പ്രോഗ്രാമിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കും ഞങ്ങളുടെ കഷ്ടപ്പാട്. എനിക്കിപ്പം ഇവിടെ ഞാൻ കോഡ് ചെയ്യും, ഇവിടെ എൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. സോ ഞാൻ ഇങ്ങനെ നോക്കി മറ്റേതാകുമ്പോൾ എന്ത് പാടാണെന്നറിയോ, ഞാൻ ഒരിടത്ത് സ്വിച്ച് ചെയ്ത് കഷ്ടപ്പാടാണ്. അത് ഞാൻ കംപ്ലീറ്റ്ലി ഇങ്ങനെ മൾട്ടി സ്ക്രീൻ എന്നല്ല, ഞാൻ വീട്ടിലുള്ളപ്പോൾ മാത്രം മൾട്ടി സ്ക്രീൻ, അല്ലെങ്കിൽ ലാപ്പായിരിക്കും. ലാപ്പിൽ നടക്കത്തില്ലല്ലോ മൾട്ടി സ്ക്രീൻ. നടക്കും, പക്ഷേ ഫീസിബിലിറ്റി നിങ്ങളെല്ലാം കൂടെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് ഫീസിബിലിറ്റി നിങ്ങൾ സെറ്റാക്കി തരണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇന്നൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ ഞാൻ ആരാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. സോ ഐ എം ദീപക്. നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ആവാം,
എക്സ്പ്ലോർ ചെയ്യാം ആനിമെ. നിങ്ങൾക്ക് ആനിമെ സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആനിമെ റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആനിമെ ചിലപ്പോൾ റോങ് ആനിമേസ് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയണോ, നിങ്ങൾ ടൈം കളയണ്ട, നിങ്ങൾ എന്നോട് പറയും, എൻ്റെ കഴിഞ്ഞ് കളയാം, ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആനിമെ അല്ലെങ്കിൽ കണ്ടൻറ് ബേസ്ഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇറ്റ് ബിലോ, ഞാൻ അതിൽ നോക്കാം, നോക്കിയിട്ട് ഒരു റിവ്യൂ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് അങ്ങനെ നിങ്ങൾ പറ, നമുക്കൊരു കമ്മ്യൂണിറ്റി തന്നെ ബിൽഡ് ചെയ്യാം അവിടെ. സോ താങ്ക് യു. ഇനി നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ, നമുക്ക് എല്ലാവർക്കും കൂടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനേ, എനിക്കൊരു ഫാമിലി, ഒരു ബിഗ് ഫാമിലി ആയിട്ട് നമുക്ക്. സോ താങ്ക് യു. നമുക്ക് അടിച്ച് പൊളിച്ച് നടക്കാം. അപ്പം ശരി എന്നാൽ, ബൈ.